സാൽവേഷൻ അഥവാ രക്ഷയുടെ മൂന്നാമത്തെ തലം. ഇത് ഭാവിയെ കാണിക്കുന്നതാണ്. ഐ വിൽ ബി സേവ്ഡ്, രക്ഷിക്കപ്പെടും. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 13:13 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. നിത്യജീവൻ യഥാർത്ഥമായി ലഭിക്കുന്ന അവസ്ഥയാണിത്. സഹനമെന്നാൽ കഷ്ടപ്പെട്ട് സഹിക്കുകയല്ല. ക്രിസ്തു സഹിച്ചതുപോലെ സന്തോഷത്തോടെ സഹനങ്ങളെ ഏറ്റുവാങ്ങി അവിടുത്തെ കൃപയാൽ സഹനങ്ങളെ അതിജീവിക്കണം. അപ്പോൾ സഹിഷ്ണുതയും സിദ്ധത അഥവാ ആത്മധൈര്യവും അതുവഴി ക്രിസ്തുവിൽ പ്രത്യാശയും ഉണ്ടാകുമെന്ന് 37-ാമത്തെ എപ്പിസോഡിൽ നാം കണ്ടുവല്ലോ. തേജസ്കരണം അഥവാ രക്ഷിക്കപ്പെടുന്നത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ആർജിക്കാവുന്നതല്ല. അത് ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ഇറ്റ് ഈസ് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. എഫേസ്യർ 2:8 ഇത് സാക്ഷീകരിക്കുന്നു: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. വെളിപാട് 7:10 രക്ഷയെന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. ഇറ്റ് ഈസ് അണ്ടർ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗോഡ്. കർത്താവ് പ്രിയം വയ്ക്കുന്നവർക്കത് ലഭിക്കും. എബ്രായ ലേഖനം 9:28 ഇത് ഉറപ്പിക്കുന്നു: ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അപ്പോൾ അവൻ്റെ തിരുശരീരരക്തങ്ങളെ വിശുദ്ധിയോടെ സ്വീകരിക്കുന്ന നമ്മയും കൂട്ടിച്ചേർക്കുമെന്ന പ്രത്യാശയോട് ഒരുക്കത്തോട് കാത്തിരിക്കാം. നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം ഏവരും അനുഭവിക്കുവാനിടയാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.